നമ്മൾ ഈ മണിക്കൂറിൽ ആദ്യം പോകുന്നതും ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്നും വീണ പരിക്കേറ്റ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ശ്വാസകോശത്തിലെ അണുബാധ മൂലം വെന്റിലേറ്റർ സഹായത്തിലാണ് ചികിത്സ. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തുവരും. അതിനിടയിൽ നൃത്ത പരിപാടിയിലെ സുരക്ഷാ വീഴ്ചയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേജ് നിർമ്മാണത്തിൽ പിഴവെന്ന സംയുക്ത പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു. പോലീസും ഫയർഫോഴ്സും പൊതുമരാമത്ത് വിഭാഗവും ചേർന്നാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിവരങ്ങളുമായി റിനെ മെഡിസിറ്റിക്ക് മുൻപിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, ആശ്വാസകരമായ വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത്. കാരണം ഇന്നലെ ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങി ഈ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് ആശങ്കയുണ്ടായിരുന്ന ഒരു കാര്യം, ശ്വാസകോശത്തിനുള്ളിലെ ചതവ് അല്പം ഗുരുതരമാണ്, അതാണ് ഈ അണുബാധയിലേക്കൊക്കെ നയിക്കുന്ന കാരണം. അപ്പോൾ അതിലാണ് അവർക്ക് ചെറിയൊരു ഈ ആശങ്ക അടക്കം നിലനിന്നത്. പക്ഷേ ഇന്ന് ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ള വിവരം വരുമ്പോൾ അത് വളരെ ആശ്വാസകരമാണ്. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് എങ്ങനെയാണ് ഉമാ തോമസിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ? സേതുലക്ഷ്മി, ഇന്ന് രാവിലെ എന്തായാലും ചെറിയൊരു പുരോഗതി ഉണ്ട് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, മകൻ വിവേക് അടക്കം ഉമാ തോമസിനെ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് കണ്ണുകൾ തുറക്കുന്നുണ്ട്, അതുപോലെ തന്നെ കൈകൾ അനക്കുന്നുണ്ട്. അതായത് വലത്തേ കൈ അനക്കാൻ പറയുന്ന സമയത്ത് വലത്തേ കൈ അനക്കാൻ കഴിയുന്നുണ്ട്, ഇടത്തേ കൈ അനക്കാൻ പറയുന്ന സമയത്ത് അങ്ങനെ ഒരു മാറ്റമുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. വിദഗ്ധ ചികിത്സയുടെ ഭാഗമായി മയക്കം കുറയാനുള്ള തരത്തിലേക്കുള്ള ചികിത്സകൾ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്വാഭാവികമായും അതും ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. സ്വാഭാവികമായി ഈ കൈകളും കാലുകളും അനക്കാൻ പറയുന്ന സമയത്ത് അനക്കാൻ കഴിയുന്നത് അത് വളരെ പോസിറ്റീവായ ഒരു മാറ്റമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ ഔദ്യോഗികമായി ഡോക്ടർമാർ തന്നെ ഇപ്പോഴുള്ള ആരോഗ്യനില ഏതു തരത്തിലാണ്, തുടർ ചികിത്സ അടക്കം ഏതു തരത്തിൽ മുന്നോട്ട് പോകണം തുടങ്ങിയ കാര്യങ്ങൾ 10 മണിയോടുകൂടി മാത്രമേ പറയുകയുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രതികരണം അത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായി തന്നെയാണ് കാണുന്നത്. കാരണം ഈ ആളുകളെ കേൾക്കാൻ കഴിയുന്നുണ്ട്, അവർ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ചലനങ്ങൾ ഉണ്ടാകുന്നത്. കണ്ണ് തുറക്കുന്നുണ്ട്, അബോധാവസ്ഥയിലായ നിലയിൽ നിന്നൊരു മാറ്റം വരുന്നത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായി അതിൻ്റെ അകത്ത് ഈ സെഡിഷൻ കുറയാനുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നും ഡോക്ടർമാർ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇനി ചികിത്സയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരു നടപടി കൂടി സ്വീകരിച്ചിട്ടുള്ളത്. അതും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടാകാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ അപ്പോഴും കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിലേക്ക് എത്തുന്നുണ്ട്, അതിന് ചെറിയ സൂചനകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. അത് തുടർ ചികിത്സയ്ക്കടക്കം അത് വളരെ സഹായകരമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു നേരിയ പുരോഗതിയുടെ പാതയിലാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ നടത്താൻ കഴിയുന്നതും അതുകൊണ്ടാണ്. മക്കളടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും 10 മണിയോടുകൂടി ഔദ്യോഗികമായ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരികയും ചെയ്യും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോ മറ്റൊരു കാര്യം, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധനകൾ അടക്കം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംയുക്ത പരിശോധനാ ഫലത്തിലും അടക്കം വലിയ വീഴ്ച സംഘാടകർക്ക് സംഭവിച്ചു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. ഫയർഫോഴ്സും പോലീസും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിലും ഈ പൊളിഞ്ഞു വീണ താൽക്കാലിക സ്റ്റേജ് നിർമ്മാണത്തിലടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, വേണ്ടത്ര അനുമതിയില്ലാതെയാണ് നടത്തിയത്. ആളുകൾ എത്രത്തോളം അങ്ങോട്ട് കടന്നു വരുമെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിലയിരുത്തലോ മറ്റോ ഉണ്ടായിരുന്നില്ല. ഈ ആംബുലൻസിന്റെ അടക്കം സാന്നിധ്യം ഈ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ആ ഒരു അപകടം തരണം ചെയ്യാൻ ആവശ്യമായുള്ള വിദഗ്ധരായ ആളുകളുടെയോ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. കൂടുതൽ ഡോക്ടർമാർ, അതുപോലെ തന്നെ മെഡിക്കൽ സംഘാംഗങ്ങൾ തുടങ്ങിയവർ ആവശ്യത്തിന് എത്തിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞിരുന്നില്ല തുടങ്ങിയ കണ്ടെത്തലുകൾ ഈ സംയുക്ത പരിശോധനയിലും വരുന്നുണ്ട്. ഇന്നലെ അല്ലാതെ പോലീസ് നടത്തിയ പരിശോധനയിലും മറ്റും ഇതുമായി ബന്ധപ്പെട്ട സമാനമായ റിപ്പോർട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നടത്തുന്ന സംയുക്ത പരിശോധനയിലും ഇത് അത്തരത്തിൽ തന്നെ സംഘാടകരുടെ വീഴ്ച തുറന്നു കാണിക്കുന്ന നടപടികളിലേക്ക്, വിലയിരുത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് അന്വേഷണം അടക്കം മുന്നോട്ട് പോകുന്ന സമയത്ത് ആരോഗ്യനിലയിൽ വളരെ ചെറിയ രീതിയിലുള്ള പോസിറ്റീവായ പുരോഗതികൾ ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് ഉമാ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ കൂടി, അല്ലെങ്കിൽ മകൻ സന്ദർശിച്ച സമയത്തുണ്ടായ അനുഭവങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് അതൊരു നേരിയ പുരോഗതി എന്നുള്ള വിലയിരുത്തലിലേക്ക്
നിലയിലേക്ക് എത്തുന്നത്. അത് സ്വാഭാവികമായി ഈ സെഡിഷൻ കുറച്ച് അടക്കമുള്ളവ അതിന് കാരണമായിട്ടുണ്ടാകാം. പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ച് ഒരു പ്രതികരണം വരുന്നത് തലച്ചോറിനടക്കം പരിക്കേറ്റ നിലയിൽ ചികിത്സ തുടരുമ്പോഴാണ് അത്തരത്തിലൊരു പ്രതികരണം വരുന്നത് എന്നുള്ളത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു. തുടർ ചികിത്സയ്ക്കടക്കം അത് ശരി ആസിഫ്, അത് തന്നെയാണ്. കാരണം ഈ ദിവസമാണെങ്കിലും നമുക്ക് ആശ്വാസം നൽകുന്ന ഒന്നാണ് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയതെങ്കിലും ഒരു പുരോഗതി ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ 10 മണിക്കുള്ള മെഡിക്കൽ ബുള്ളറ്റിനിലാവും ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്ത് വരിക, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആസിഫ് വിവരങ്ങൾ നൽകി.